ആക്ച്വലി പുരുഷപ്രയത്തിന് വി വർക്ക് മോർ ദാൻ ആവാസ വ്യൂഹം ആക്ച്വലി കോണ്ടന്റ് വൈസ്. പുരുഷപ്രയം ചെയ്യാനിരുന്നപ്പോഴത്തേക്ക് അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചെയ്ത സിനിമകളിലൊന്നാണ് ആവാസ വ്യൂഹം ആക്ച്വലി. ഇപ്പോൾ ഓസ്കർ കിട്ടിയ പടത്തെക്കുറിച്ച് കൃഷാന്ത് അതിൻ്റെ ഓസ്കർ ഡിക്ലറേഷന് മുമ്പ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിൽ ഓസ്കർ ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടുന്ന ഈ പടമായിരിക്കും. ഇറ്റ് ഈസ് എ വെരി ഡിഫറെൻറ്റ് മൂവി എന്ന് കൃഷാന്ത് എന്നെ വിളിച്ച് പറഞ്ഞു. അല്ല, ഉണ്ടാവും. മമ്മൂക്ക തന്നെ എന്നോട് പറഞ്ഞു കൃഷാന്തുമായിട്ട് സഹകരിക്കും, പക്ഷെ അത് എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. കൃഷാന്തിൻ്റെ കയ്യിൽ മമ്മൂക്കയ്ക്ക് പറ്റിയ സബ്ജക്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ തിരക്ക് കൂട്ടിയിട്ട് കാര്യമില്ല. ഇപ്പോൾ പഴയ ഫിലിം മേക്കേഴ്സ് കൂടുതൽ ലിറ്ററേച്ചറിൽ നിന്നൊക്കെയാണ് അവരുടെ സിനിമ വന്നേക്കുന്നത്. അപ്പോൾ ഫിലിം മേക്കിംഗ് എന്നുള്ള സാധനത്തിനെക്കാട്ടും കൂടുതൽ ലിറ്ററേച്ചറിൻ്റെ ഒരു രീതിയൊക്കെയാണ്. നമ്മൾ ലിറ്ററേച്ചർ ഉണ്ടെങ്കിൽ ബേസിക്കലി സിനിമയാണ് നമ്മുടെ മെയിൻ, സിനിമയിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് അതുകൊണ്ടുള്ള വ്യത്യാസമൊക്കെ ഉള്ളൂ. കൃഷ്യന്ത് സംവിധാനം ചെയ്യുന്ന പുരുഷപ്രയത്തിന്റെ വിശേഷങ്ങളുമായി ഇന്ന് റിപ്പോർട്ടറിനൊപ്പം സംവിധായകൻ കൃഷ്യന്ത്, ദേവകി, ജഗദീഷ് ഏട്ടൻ. നമസ്കാരം. പുരുഷപ്രേതം, സാധാരണ പ്രേതം എന്ന് പറയുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒരു മൈൻഡിൽ വരുന്ന ഒരു സ്ത്രീ, ഒരു വെള്ള സാരിയൊക്കെ ഉടുത്ത് മുടിയൊക്കെ അഴിച്ചിട്ട് ഒരു സ്ത്രീയാണ്. ഏകദേശം ഇത് ഇച്ചിരി മോഡേൺ പ്രേതം എന്ന് തോന്നുന്നു. അപ്പൊ പ്രേതം, പുരുഷപ്രേതം ഒരു കോൺട്രഡിക്ഷൻ തോന്നുന്നുണ്ട്. ശരിക്കും ഒരു കൃഷ്ണൻ ഉദ്ദേശിക്കുന്ന കൃഷ്ണന്റെ ഒരു തലയൊക്കെ വെച്ചിട്ട് ഒരു സ്പൂഫ് പോലെയാണ്. എന്താണ് ഇതിന്റെ പിന്നിലെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാതുണ്ട്. ഇത് പുരുഷപ്രേതം എന്ന് പറഞ്ഞതിനകത്ത് സൂപ്പർ നാച്ചുറൽ എലിമെൻസുകളൊക്കെ ഉണ്ടെങ്കിലും അത് വളരെ കുറച്ചാണ് അതിൻ്റെ അകത്ത് ആ എലിമെൻസുകളുള്ളത്. ബേസിക്കലി ഈ കൊളോണിയൽ ഭാഷയിൽ പ്രേതവിചാരണ എന്ന് പറയുന്നത് ശവശരീരത്തിൻ്റെ വിചാരണയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇത് ട്രീറ്റ് ചെയ്തേക്കുന്നത്, പോലീസും പ്രേതവിചാരണയും. എന്നാൽ അതിൻ്റെ ഇടയിൽ കൂടെ ആ പ്രേതത്തിൻ്റെ ഒരു സൂപ്പർ നാച്ചുറൽ സാധനങ്ങളുടെ ഒരു എലിമെൻസും ഒക്കെ ഉള്ളൊരു സംഭവമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയപരമായിട്ട് ഒരു സാധനമുണ്ട്, അത് ഈ പേരിൽ അത് വരും. കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവല്ലേ, അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും. ഈ സാധാരണ നമ്മൾ പ്രേതം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ യക്ഷി ആണല്ലോ മനസ്സിൽ വരുന്നത്. ഇത് ആ യക്ഷിയൊക്കെ വരുമ്പോഴാണ് പ്രേതബാധ എന്നൊക്കെ പറയുന്നത്. ഇതങ്ങനെയല്ല, ഒരു പ്രേതം ഒരു സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള. ജഗദീഷേട്ടൻ കഥ കേട്ടിരുന്നില്ലേ കൃഷ്ണൻ? കഥ കേട്ടു. എങ്ങനെയാണ് ഇതിലേക്ക് ജഗദീഷ് ഏട്ടനിലേക്ക് എത്തുന്നത്? അത് കൃഷാന്താണ് പറയേണ്ടത്, എന്നാൽ പോലും ഞാൻ പറയാം. കൃഷാന്ത് എന്നെ ആദ്യം ഫോണിൽ വിളിച്ച് ഒരു ഔട്ട്ലൈൻ പറഞ്ഞു. പിന്നെ നമ്മൾ നേരിട്ട് കണ്ട് പറഞ്ഞപ്പോൾ തന്നെ വളരെ ഇഷ്ടമായി. യഥാർത്ഥത്തിൽ അന്ന് ആവാസ വ്യൂഹം റിലീസായിട്ടില്ല, അവാർഡ് കിട്ടിയിട്ടില്ല. എൻ്റെ മുന്നിൽ വരുന്നത് ഒരു എന്താ പറയുക, നല്ല തോട്ട്സ് ഉള്ള ഒരു ചെറുപ്പക്കാരൻ, അവാർഡ് വിന്നറാണെന്നും ഇത്ര വലിയ ഒരു ബുദ്ധിജീവിയാണെന്ന് ഞാൻ അന്ന് അറിഞ്ഞില്ല. അതുകൊണ്ട് അത്ര റെസ്പെക്ട് ഞാൻ അന്ന് കൊടുത്തില്ല. അതിന് ഞാൻ ഇപ്പോൾ ക്ഷമ ചോദിക്കാം. ആവാസ വ്യൂഹം തുടങ്ങിയിട്ട് പോലുമില്ല. ആ സമയത്ത് വൃത്താകൃതി കഴിഞ്ഞ് അത് IFFK വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു 1 ഇയറിൻ്റെ അകത്താണ് ജഗദീഷ് സാറിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പാർത്ഥൻ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് നമ്പർ വന്നിട്ട്, പാർത്ഥൻ നമ്പർ വന്നിട്ട് ഞാൻ ടെക്സ്റ്റ് ചെയ്തു പുള്ളിയുടെ അടുത്ത്, ഒരു ചെറിയ ഔട്ട്ലൈനും ഇൻട്രൊഡ്യൂസിങ് മൈസെൽഫും ചെയ്തു. ഈ കോൾ മീ, നമ്മൾ സംസാരിച്ചു, ഐഡിയ പറഞ്ഞു. പുള്ളിക്കാരൻ ആ ഐഡിയയിലെ കുറേ കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞു. ഹീൽ ഡു ഇറ്റ്, എന്നിട്ട് നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. മീറ്റ് ചെയ്തപ്പം ഭയങ്കര വൈബ് മാച്ചിങ് ആയി. അങ്ങനെയാണ് ഈ കഥയിലേക്ക് വരുന്നത്. ജഗദീഷ് ഏട്ടൻ മുമ്പും പോലീസ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സിനിമയിലെ കഥാപാത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള, കുറച്ച് ഒരു റൂഡെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് സീരിയസ് ആയിട്ടുള്ള കഥാപാത്രമായിരുന്നല്ലോ. പുരുഷപ്രേതത്തിലെ പോലീസുകാരനിലേക്ക് വരുമ്പോൾ എങ്ങനെയാണത്? ഈ റോഷാക്കിലെ കഥാപാത്രം അഷ്റഫ് എന്ന് പറയുന്നത് അല്പം ഗ്രീഡി ആയിട്ടുള്ള ക്യാരക്ടറാണ്, അല്പം കണ്ണിങ് ആണ്, ക്രിക്കറ്റ് ആണ്, ഭയങ്കര പൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു കഥാപാത്രമാണ്. അതിൽ നിന്നൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിലെ ദിലീപേട്ടൻ. ഇതിലെ ക്യാരക്ടറിൻ്റെ പേര് പറയുമ്പോൾ തന്നെ ദിലീപേട്ടൻ എന്നാണ് പറയുന്നത്. ദിലീപ് എന്നല്ല പറഞ്ഞത് കൃഷാന്ത്, ദിലീപേട്ടനാണ്. ദിലീപേട്ടൻ ഇപ്പോൾ അല്ലാതെ ദിലീപേട്ടനെ അവരുടെ മനസ്സിൽ വരൂ. നമ്മുടെ റൈറ്റ് രാജ്യത്തിൻ്റെ മനസ്സിലായിരുന്നാലും എപ്പോഴും സംസാരിക്കുമ്പോൾ ദിലീപേട്ടൻ, അപ്പോൾ ദിലീപേട്ടൻ അവിടെ വരും, ദിലീപ് വരും എന്നുള്ള ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ സീനിയോറിറ്റി അവർ അക്സെപ്റ്റ് ചെയ്യുന്നു ക്യാരക്ടറിന്. അപ്പോൾ ക്യാരക്ടറിന് ആ സീനിയോറിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ക്യാരക്ടറിന് ബാക്കിയുള്ള ക്യാരക്ടേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ നേരത്ത് അല്പം സീനിയോറിറ്റി, അല്പം അനുഭവങ്ങളുടെ സമ്പത്ത്, അതിൻ്റേതായിട്ടുള്ള ഒരു മെച്യൂരിറ്റി, ജീവിതാനുഭവങ്ങൾ വലുതാണല്ലോ. ആ ജീവിതാനുഭവങ്ങളുള്ള ദിലീപേട്ടനെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ മുന്നിലെ ചാലഞ്ച്. അത് എനിക്ക് അത്യാവശ്യം ഈ ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിനൊക്കെ കണ്ടിട്ടുണ്ട്. അവർ ഓരോ സാഹചര്യത്തിലും പെരുമാറുന്നത് എങ്ങനെയായിരിക്കും എന്ന് ഞാൻ മനസ്സിൽ കണ്ട് അത് പെർഫോം ചെയ്തപ്പോൾ
കൃഷാന്തിൻ്റെ സപ്പോർട്ടും കൂടി ആയപ്പോൾ എനിക്കത് നന്നായിട്ട് വന്നിട്ടുണ്ട് കാര്യം. ഇഷ്ടപ്പെട്ടു. ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു ഷെയ്ഡ് ആയിരിക്കുമല്ലോ ഇത് അല്ലേ? അത് ഞാൻ ക്ലെയിം ചെയ്യുന്നത് ശരിയല്ല, പ്രേക്ഷകർ കണ്ടിട്ട് തീരുമാനിക്കട്ടെ. ഒരു കാര്യം ഞാൻ പറയാം, ഈ അവതരിപ്പിച്ചിട്ടുള്ള പോലീസ് വേഷങ്ങളിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എനിക്ക് കിട്ടിയത്. അത് പരമാവധി ഡിഫറെൻ്റ് ആക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഈ റോഷാക്കിലെ ക്യാരക്ടർ പ്രേക്ഷകരിൽ കുറച്ച് എന്താ പറയുക ഒരു ടെൻഷനൊക്കെയാണ് ബിൽഡ് ചെയ്യാൻ സഹായിച്ചിട്ടുള്ളത്. ഇതിലെ ക്യാരക്ടർ പ്രേക്ഷകർ തീർച്ചയായിട്ടും ആസ്വദിക്കും, രസിക്കും, അവിടെ ഇവിടെയൊക്കെ നന്നായിട്ട് ചിരിക്കും. നമ്മൾ ഈ സിറ്റി ഓഫ് ഗോഡ് സിനിമയിൽ ജഗദീഷ് സാർ ഒരു പോലീസ് ഓഫീസറിനെ ചെയ്തിട്ടുണ്ട്, ലിജോ ചേട്ടൻ്റെ സിനിമയിൽ. അപ്പോൾ ദാറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് പോലീസ് ഓഫീസർ. അധികം എനിക്ക് തോന്നുന്നു അധികം ആ ക്യാരക്ടറിനെ കുറിച്ച് അധികം ഡിസ്കസ് ചെയ്തിട്ടില്ല. ഭയങ്കര രസമാണ് ആ ക്യാരക്ടർ, ഇറങ്ങിപ്പോടെ എന്നൊക്കെ പറയുന്നത്. അതുപോലെ ലീല, വണ്ണ്, അങ്ങനെയുള്ള സാറിൻ്റെ ഈ മെയിൻ സ്ട്രീം എന്ന് വെച്ചാൽ സാർ എപ്പോഴും ചെയ്യുന്നതല്ലാത്ത വേറൊരു ഈ 3 ക്യാരക്ടേഴ്സാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് സാറിൻ്റെ അടുത്ത് പറഞ്ഞത്. ഇതൊക്കെ വച്ചിട്ടൊരു സാധനം വർക്ക് ചെയ്തെടുക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെയും ഒരു കാസ്റ്റിങ്ങിൻ്റെ ആഗ്രഹം, സത്യം പറഞ്ഞു. അമൃത, ഒരു കാര്യം എനിക്ക് ബോധ്യമായി. കാരണം വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഒരു സിനിമ ശ്രദ്ധിക്കപ്പെടാതെ പോയാൽ പോലും അതിലെ പെർഫോമൻസ് എന്തെങ്കിലും നോട്ട് ചെയ്യപ്പെടുന്നുള്ളതിന് തെളിവാണ് ഈ വണ്ണിൻ്റെ കാര്യം പറഞ്ഞത്. അതന്ന് അത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല, ആ വൺ എന്ന് പറഞ്ഞ മൂവി. പക്ഷേ എൻ്റെ പെർഫോമൻസ് നന്നായിരുന്നു എന്ന് കൃഷാന്ത് പറഞ്ഞപ്പോൾ, അപ്പോൾ നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ അതിന് അപ്പോൾ തന്നെ റിസൾട്ട് കിട്ടിയില്ലെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും കിട്ടുമെന്ന് മനസ്സിലായി. അതാ പറഞ്ഞ ആ സിനിമ അന്ന് റിലീസ് ചെയ്യപ്പെട്ട് ഒരുപാട് ചർച്ചയാവുന്നില്ല. പിന്നീടാണ് ആ ഒരു കഥാപാത്രത്തിന് വീണ്ടും റെഫർ ചെയ്യേണ്ടി വരുന്നതും അതൊരു ഉദാഹരണമായിട്ട് പിന്നെ പറയേണ്ടി വരുന്നതും. ദേവകി ഒരു നർത്തകിയാണ്, സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ്, പാട്ട് പാടും അല്ലേ? വേണമെങ്കിൽ ഒരു പല ആർട്ട് ഫോമുകൾ ചേർന്ന് ഈ സിനിമയിലെ അഭിനയം അല്ലല്ലോ ഒരിക്കലും, ഒരു തിയേറ്റർ ആർട്ടിസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും വ്യത്യാസം ഉണ്ടാകും. എങ്ങനെയാണ് ആ ഒരു 2 അഭിനയങ്ങളെയും ദേവകി ഡിഫൈൻ ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു ഇത് അൾട്ടിമേറ്റ്ലി ഇതെല്ലാം ഒരേ സാധനം തന്നെയാണ്. ലൈക്ക് നമ്മൾ ഇമോഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്റ്റോറി കൺവേ ചെയ്യുക. ഇപ്പോൾ തിയേറ്റർ ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും ഓൺ സ്ക്രീനായിട്ട് നമ്മൾ പെർഫോം ചെയ്യുകയാണെങ്കിലും അതെല്ലാം ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണല്ലോ. അപ്പോൾ ഈ സ്റ്റോറി ടെല്ലിംഗ് പല മീഡിയമിൽ വരുമ്പോൾ അതിൻ്റെ മീഡിയത്തിൻ്റെ ടെക്നീക്സും ഫ്രെയിം വർക്കും ഉണ്ട്. അത് ചെയ്യുക, അത് ഓൺ പോയിൻ്റ് ആവുക എന്നുള്ളത് ആണ് ഐ തിങ്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. തിയേറ്ററിലും ഇപ്പം നമ്മളിപ്പോൾ കൂടുതൽ ചെയ്യുമ്പോഴാണ് അതും നമുക്ക് കുറച്ചും കൂടി അത് മനസ്സിലാവുന്നത്. തിയേറ്ററിലും പല തരത്തിൽ തിയേറ്ററുണ്ട്. ഇപ്പോൾ ഒരു ഇൻറ്റിമേറ്റ് സ്പേസ് ചെയ്യുന്ന തിയേറ്ററിൻ്റെ പെർഫോമൻസ് പോലെ ആയിരിക്കില്ല അതേ ആക്ടർ ഒരു ബിഗർ ഓഡിയൻസിന് ചെയ്യുന്ന തിയേറ്റർ പെർഫോമൻസ്. അപ്പം നാച്ചുറലി ആ ആക്ടറിൽ തന്നെ ഇതെല്ലാം ഉണ്ട്. പലരും, ഞാൻ പണ്ടത്തെ ആക്ടേഴ്സൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട് അവരഭിനയിച്ച നാടകം വരും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊക്കെ വെരി റോങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെന്നൊന്നും അങ്ങനെയൊന്നുമില്ല. ഇഫ് യു ക്യാൻ മോൾഡ് ദ ആക്ടർ ക്യാൻ ഡെഫിനറ്റ്ലി ഡെലിവർ. അതെനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഇങ്ങനത്തെ വർക്കിലാണ്. ഒരു കൃഷാന്തിനോടൊക്കെ ഇറ്റ് വാസ് ഫൺ ഡൂയിങ് ദ പ്രോജക്റ്റ്. എനിക്കൊന്നു പിന്നെ നല്ല സിനിമകൾ ചൂസ് ചെയ്യാൻ പ്രത്യേക താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നു ദേവകിക്ക്. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഒരു എല്ലാ സിനിമകളും ദേവകിയുള്ള സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു അങ്ങനെ ഉണ്ടെങ്കിൽ കൊള്ളാം. എന്നുവെച്ചാൽ അത്രയും അധികം അറേ ഓഫ് നമ്പർ ഓഫ് ഫിലിംസിൽ നിന്ന് ചൂസ് ചെയ്യേണ്ടി ഇതുവരെയും എനിക്ക് അറിഞ്ഞൂടാ. അത് അങ്ങനത്തെ ഒരു അവസരവും അങ്ങനത്തെ ഒരു ലെവൽ ഓഫ് എൻ്റെ കരിയറിലല്ലാന്ന് തോന്നുന്നു. ഞാനിപ്പോൾ കുറേ പ്രോജക്ട്സ് വന്നിട്ട് അതിൽ ബെസ്റ്റ് ചൂസ് ചെയ്യണം. പക്ഷേ എനിക്ക് വന്നിട്ടുള്ളതെല്ലാം ഞാൻ എപ്പോഴും ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതും മുമ്പ് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള ഐ എം ലക്കി ടു ഹാവ് റിസീവ്ഡ് കയ്യിലെണ്ണാവുന്നതാണെങ്കിൽ നല്ല ക്യാരക്ടേഴ്സും നല്ല സിനിമകളും എന്തെങ്കിലും രീതിയിൽ ഇൻഡസ്ട്രിയിൽ എപ്പോഴൊക്കെയോ ചർച്ച ചെയ്യപ്പെട്ട സിനിമകളാണ്. പിന്നെ ജഗദീഷ് ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് വർക്ക് ചെയ്താലും നമ്മളെ നോട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ നോട്ടീസ് ചെയ്യുന്ന ഒരാളെങ്കിലും കാണുന്നുള്ളതാണ് ഞാൻ കൃഷാന്തിൻ്റെ കൂടെ ഈ പ്രോജക്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഞാൻ കൃഷാന്തിൻ്റെ ആദ്യം ഇൻസ്റ്റാഗ്രാം എന്നുള്ളൊരു സാധനം ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യം കൃഷാന്തിൻ്റെ അടുത്ത് ഒരു കോൺവെർസേഷൻ ഉണ്ടാവുന്ന ഇൻസ്റ്റഗ്രാമിൽ എത്രയോ വർഷം മുമ്പ് 2016 ആ സമയത്ത് ഞാൻ റോഡ് റാഷ് എന്ന് പറഞ്ഞിട്ടൊരു വെബ് സീരീസിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിരുന്നു. പക്ഷെ അതൊരൊറ്റ എപ്പിസോഡ് പൈലറ്റ് പോലെ ചെയ്തതാണ്. അത് ഫൈനലി അവർ റിലീസ് ചെയ്തു, ഒരു ഷോർട്ട് ഫിലിം പോലെ. ഇത് കണ്ടിട്ട് കൃഷാന്ത് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സോ മെനി ഇയേഴ്സ് ബാക്ക്. ആൻഡ് നമ്മൾ സംസാരിക്കും, നമ്മൾ ഒരിക്കലും വർക്കിൻ്റെ കാര്യം ഇങ്ങനെ വർക്ക് ചെയ്യണം ഒരുമിച്ച് അങ്ങനെ ഒന്നും, എപ്പോഴെങ്കിലും വർക്ക് ചെയ്യാം എന്നുള്ളൊരാഗ്രഹം ഐ തിങ്ക് ഹി ഓൾസോ ഹാഡ്. അതുകൊണ്ടാണ് പിന്നെ അറ്റ് സം പോയിന്റ് എന്നെ വിളിച്ചത്. അപ്പം
ഇങ്ങനെ അത് റോഡ് റാഷ് എന്ന് പറഞ്ഞൊരു സീരീസിൽ പുള്ളിക്കാരി ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അപ്പം ഐ വാണ്ടഡ് ടു വർക്ക് വിത്ത് ദിസ് പേഴ്സൺ, കാരണം എനിക്കറിയാം പുള്ളിക്കാരി വാല്യൂ ആഡ് ചെയ്യുമെന്ന്. പിന്നെ പുള്ളിക്കാരിയുടെ സ്ലീപ്ലെസ്ലി യുവേഴ്സ് ഉണ്ട്. അപ്പം ഈ വാല്യൂ എഡിഷൻ വീണ്ടും വരുമെന്ന് അറിയാം. പുരുഷപ്രായത്തിൽ എനിക്ക് പക്ഷേ പുള്ളിക്കാരി യോജിക്കുമെന്ന് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അജിത്ത് എൻ്റെ റൈറ്റർ പുള്ളിക്കാരിയുടെ സ്ലീപ്ലെസ്ലി യുവേഴ്സ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അജിത്ത് വാസ് വെരി കൺവിൻസ്ഡ് ദാറ്റ് ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നത്. ഞാൻ അപ്പോഴും വേറെ ഓപ്ഷനുകളും അങ്ങനെ വേറെ അയാൾ വന്നാലും ഇയാൾ വന്നാലും ഒക്കെ കൊള്ളാമെന്ന് എൻ്റെ മൈൻഡിലുണ്ട്. അജിത്ത് വാസ് സ്റ്റിക്കിംഗ് ഓൺ ടു ഇറ്റ്. കാരണം ഐ വോണ്ട് ടു വർക്ക് വിത്ത് ഹർ ബട്ട് നോട്ട് ഇൻ ദിസ് പ്രോജക്റ്റ്, ഇൻ എ വെരി ഇൻട്രസ്റ്റിംഗ് പ്രോജക്റ്റ്. കാരണം ഒരു ഇപ്പം നിങ്ങളുടെ ആ സീരീസ് ഉണ്ടല്ലോ അഗ്ലി തിങ്സ് ഒക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഈ സ്പെക്ട്രം ഇയാൾക്ക് എന്തൊക്കെ പെർഫോം ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഐഡിയ കിട്ടും. അപ്പം കുറച്ചുകൂടെ ഒരു കിൽബില്ലിലോട്ടാണ് പോകണമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ അപ്പോൾ ഇത് അജിത്ത് ഭയങ്കര കൺവിൻസ്ഡ് ആണ്. അപ്പം ഒരു സ്റ്റേജിൽ വെച്ച് നമ്മൾ ഓക്കെ അജിത്ത് കൺവിൻസ്ഡ് ആണ് ആൻഡ് ഐ റിയലി ലൈക്ക് ദിസ് പേഴ്സൺസ് പെർഫോമൻസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തു. പിന്നെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും എന്ത് പ്രൊഡക്ഷൻ ഇൻ്റർഫിയറൻസ് വന്നാലും ആര് എന്ത് പറഞ്ഞാലും ദീസ് ആർ ദ ഷീ ഈസ് ഗോയിങ് ടു പെർഫോം എന്നുള്ളൊരു സംഭവത്തിലോട്ട് ഫിക്സ് ചെയ്തു. ഐ എം വെരി ഹാപ്പി ദാറ്റ് ഐ ഡിഡ് ഇറ്റ് ബിക്കോസ് ജനറലി ഞാൻ അന്ന് കൃഷ്ണൻ്റെ അടുത്ത് ഇനീഷ്യലി സംസാരിക്കുമ്പോഴും സ്റ്റോറി വൈസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ് അത്. നിങ്ങൾ ലൈക്ക് ഹി സെഡ്, ലൈക്ക് ജഗദീഷ് അത് കാണുമ്പോൾ മനസ്സിലാവും അതെന്താണ്. പിന്നെ എൻ്റെ ക്യാരക്ടറും ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട്, അതായത് ക്യാരക്ടറിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അപ്പിയറൻസും ഒക്കെ ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടറിനെ പോലെ തന്നെയാണ്. പക്ഷേ ക്യാരക്ടർ അങ്ങനെയല്ല. അപ്പോൾ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അതാണ് ആ എലിമെന്റ് ആ ക്യാരക്ടർ. എനിക്ക് തോന്നുന്നു ദേവകി ചെയ്ത ചില ഇപ്പം പാർവതിയിലാണെങ്കിലും മാലിക്കിലെ കഥാപാത്രം കുറച്ചും കൂടെ ബോൾഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള റോളുകളാണല്ലോ. അപ്പൊ ഇതിലേക്ക് വരുമ്പോ അതിലൊരു മാറ്റം ഉണ്ടാവും അല്ലേ? മാറ്റം ഉണ്ടാവണല്ലോ അല്ലേ? പുള്ളിക്കാരുടെ ആ ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ പോലെ ഇരിക്കും, പക്ഷേ വൺസ് യു എൻ്റർ ദ ഫിലിം ഇറ്റ്സ് ഫണി. അങ്ങനെയല്ല പുള്ളിക്കാരിയുടെ ക്യാരക്ടർ. എന്നാലും നമ്മൾ കോമൺലി വിചാരിക്കുന്ന ഒരു നോഷനിലുള്ള ഒരു സ്ത്രീ കഥാപാത്രമല്ല, കുറച്ചുകൂടെയൊക്കെ ഒരു നമ്മുടെ മോറലേക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സ്ത്രീ കഥാപാത്രം. വിച്ച് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. ലൈക്ക് നമ്മൾ ഞാൻ ഇതുവരെയും ചെയ്തിട്ടുള്ള ഫിലിംസിൽ ഓർ നോട്ട് ജസ്റ്റ് ഫിലിംസ്, ഞാൻ ഷോർട്ട് ഫിലിംസും കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വെച്ച് നോക്കുമ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു, ഞാൻ അതാ പറഞ്ഞു കൃഷ്ണൻ്റെ അടുത്ത്, ഒരേ സ്പേസിൽ നിന്ന് വരുന്ന ക്യാരക്ടർ ആണെങ്കിലും ക്യാരക്ടർ ഭയങ്കര വ്യത്യാസം. ദ പേഴ്സൺ ഇസ് വെരി ഡിഫറെൻറ്റ്. ദ പ്ലേസ് ദാറ്റ് ഷീ കംസ് ഫ്രം ഇസ് ദ സെയിം, പക്ഷേ ദ പേഴ്സൺ ഈസ് വെരി ഡിഫറെൻറ്റ്. ജഗദീഷ് ചേട്ടാ, എല്ലാ കാലഘട്ടത്തിലുള്ള എനിക്ക് തോന്നുന്നു സംവിധായകന്മാരുമായിട്ട് അവരുടെ വർക്ക് സ്പേസിൽ നിൽക്കാനും അവരുടെ കൂടെ വർക്ക് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 84 ആ ഒരു കാലഘട്ടം മുതൽ ഈ ഒരു കാലഘട്ടം വരെ കോമഡി ചെയ്തു, സപ്പോർട്ടിംഗ് റോൾ ചെയ്തു, സീരിയസ് റോൾ ചെയ്തു, എല്ലാ രീതിയിലും പോകുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ഒരു ഗ്രേ ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങിയത് ഈ അടുത്ത കാലത്ത് മുതലാണല്ലോ. അല്ല, കാലത്തിൻ്റെ കൂടെ സഞ്ചരിക്കാൻ എനിക്ക് പ്രത്യേക താല്പര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ആ കാലത്തിനനുസരിച്ചുള്ള മൂവി മേക്കിംഗ് എല്ലാം അതിൻ്റെ ഭാഗമാവുക അതിൻ്റെ ഒരു ത്രില്ലാണ്. ഇപ്പോൾ ഗ്രേ ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടേഴ്സൊക്കെ ഇപ്പോൾ ലീല തൊട്ടാണ് കൂടുതൽ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയത്. അതിന് മുമ്പ് അല്പം എന്താ പറയുക, ഈ സേതുരാമയ്യർ CBയിലേക്ക് ഞാനായിരുന്നു കൊലപാതകി, അതൊക്കെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. അതെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. കാരണം അന്ന് വരെ വില്ലൻ കഥാപാത്രം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ വില്ലനെ എന്തെങ്കിലും കാണും. ഇത് അവസാനം ക്ലൈമാക്സിൽ നമ്മൾ ആ തയ്യൽക്കാരൻ മണി അല്ലേ, ടൈലർ മണി അവസാനം നമ്മുടെ ഉള്ളിലെല്ലാവരും ഒരു പേടിയും ഒരു ദേഷ്യവും ഒക്കെയാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് അത്തരം സിനിമകളിൽ അങ്ങനെ സംഭവം ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. ലാസ്റ്റ് ഒരു വില്ലനെ റിവീൽ ചെയ്യുന്ന ഒരു സാധനം. അതെ. പിന്നെ അതിൻ്റെ ഒരു സംഭവം, ഈ നായകനെതിരായി നിൽക്കുമ്പോൾ അയാൾ സ്വാഭാവികമായും വില്ലനായി മാറുകയാണ്. അഭിമന്യു എന്ന് പറഞ്ഞ ചിത്രത്തിൽ അവസാനം മോഹൻലാലിനെ ഞാൻ ഒറ്റ കൊടുക്കുകയാണ്. മോഹൻലാലിനെ തെറ്റിദ്ധരിച്ചിട്ടാണ് ഞാൻ ഒറ്റ കൊടുക്കുന്നത്. കാരണം എൻ്റെ സഹോദരിയെ നശിപ്പിച്ച ആളാ മോഹൻലാലാണെന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ പോലീസിനെ വിളിച്ച് പറയുകയാണ്. അപ്പോൾ അത് നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറായിട്ട് ജനം പിന്നെ അങ്ങനെയാണ് സ്വീകരിച്ചത്. അപ്പോൾ അന്ന് അങ്ങനെ കുറേ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ലീലയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് എന്നെ ഏൽപ്പിച്ചാലോ എന്ന് സംവിധായകർ ചിന്തിച്ച് തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ എൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ കാലത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും ഫ്രഷ് തോട്ട്സുമായിട്ട് വരുന്ന യങ്സ്റ്റേഴ്സുമായിട്ടാണ് ഞാൻ സഹകരിക്കുന്നത്. ലൈക്ക് കൃഷാന്ത്, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സിനിമകളും വെരി യങ് ടാലൻറ്റഡ് ഡയറക്ടേഴ്സാണ്. എല്ലാം ഒന്നിനൊന്ന് മികച്ചാണ്. അവർ പറഞ്ഞു തരുമ്പോഴേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അതിൽ വലുതും ചെറുതുമായിട്ടുള്ള വേഷങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഐ എം വെരി മച്ച് ഇംപ്രസ്ഡ്. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പിന്നെ അവരെന്നെ വിളിക്കുമ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷം. കാരണം എല്ലാവരും എൻ്റെ ഇപ്പോൾ ഗോഡ് ഫാദറിലെയോ അല്ലെങ്കിൽ ഹരിഹർ നഗറിലെയോ സ്ഥലത്തെ പ്രധാന പയ്യൻസിലെയോ ഒക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതോടൊപ്പം എനിക്കിപ്പോൾ അവർ തരുന്ന വേറെ മോൾഡിലോട്ട് എന്നെ പ്രതിഷ്ഠിക്കുകയാണ്. അത് വലിയ സന്തോഷമാണ്.
അപ്പോൾ അവർ എൻ്റെ ഇനിയും എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നിൽ ഇനിയും ഉണ്ടെന്ന് അവർ ചിന്തിക്കുന്നു. അത് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ? അതാണ്. തീർച്ചയായിട്ടും. എനിക്ക് നമ്മള് റോഷാക്കിന്റെ പ്രസ് മീറ്റിലാന്ന് തോന്നുന്നു, ജഗദീഷ് ഏട്ടനും കൂടെ ഉള്ള സമയത്താണ് മമ്മൂക്ക പറഞ്ഞിരുന്നു, സിനിമകളുടെ കാര്യം പറഞ്ഞപ്പം ഈ അടുത്തൊരു പടം ഞാൻ കണ്ടു, ആവാസ വ്യൂഹം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്, കിടിലം പടമാന്ന് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം കൃഷ്ണനും മമ്മൂട്ടിയായിട്ട് സെറ്റിലൊക്കെ പോയി കുറച്ച് ആ സമയത്തും കമന്റ്സുകളൊക്കെ വന്നിരുന്നു, എന്നാണ് മമ്മൂക്കയും ഒത്തുള്ള ഒരു പടം എന്നാണ്. അല്ല, ഉണ്ടാവും. മമ്മൂക്കനെ എന്നോട് പറഞ്ഞു കൃഷാന്തുമായിട്ട് സഹകരിക്കും, പക്ഷെ അത് എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. കൃഷാന്തിൻ്റെ കയ്യിൽ മമ്മൂക്കയ്ക്ക് പറ്റിയ സബ്ജക്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ തിരക്കൂട്ടിയിട്ട് കാര്യമില്ല. ഞാനും പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ കൃഷാന്തിൻ്റെ മനസ്സിലുള്ള ഏത് ആദ്യം മെറ്റീരിയലൈസ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. വേറെയും സബ്ജക്ട്സ് ഉണ്ട്. അപ്പോൾ ആദ്യം ഏത് എന്നുള്ള കാര്യത്തിൽ ഇതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞ 2-3 കഥയിൽ ഞാനുണ്ട്. ഒരു ക്രേസി കഥയുണ്ട് അതിൽ ജഗദീഷ് സാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഇതൊന്നും വ്യത്യസ്തമായിരിക്കും തോന്നുന്നു. അതല്ലേ, കുറച്ച് ഇമ്പോസിബിൾ സിനിമയാണ് അത്. പേടിയാവുന്നുണ്ട് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്കും തന്നെ. അല്ല, 2-3 സിനിമകളുടെ കഥകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കുള്ള സന്തോഷം എന്ന് പറയുന്നത് ഈ പുരുഷപ്രേതത്തിലെ കഥാപാത്രമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത വേറെ കുറേ ക്യാരക്ടേഴ്സാണ് മനസ്സിലുള്ളത്. അത് എനിക്ക് കൂടുതൽ ത്രില്ലാണ്. അത് കൊള്ളാം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഒരു ബന്ധമില്ലാത്ത ക്യാരക്ടർ. എങ്ങനെയാണ് എന്നെ ഇങ്ങനെ കാസ്റ്റ് ചെയ്യുന്നതെന്നുള്ള എന്നെ പോലും അത്ഭുതപ്പെടുത്തുന്ന ചില ക്യാരക്ടേഴ്സ് കൃഷാന്തിൻ്റെ കയ്യിലുണ്ട്. എനിക്കിന്ന് കൃഷാന്തിന്റെ ഐഡിയാസ് പോകുന്ന തന്നെ വേറൊരു രീതിയിലേക്കാണ്. നമ്മള് ഈ നോർമൽ, എനിക്ക് തോന്നുന്നു അല്ല, നോർമലായിട്ട് ഞാനേ ഉള്ളൂ. അതായത് ഇപ്പം നമ്മുടെ മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ട് ഒരു 3D ചിത്രത്തിന്റെ ഭാഗമായ ഒരു നടനാണല്ലോ ജഗദീഷ് സാർ. അപ്പം ഇപ്പം എക്സ്പെരിമെന്റൽ സിനിമകൾ, ഫാന്റസി സിനിമകളൊക്കെ വരുന്നു. പക്ഷെ വളരെ കുറച്ച്, ഈ പറയുന്ന ആവാസ വ്യൂഹം, മിന്നൽ മുരളി പോലെ വളരെ കുറച്ച് സിനിമകൾ മാത്രമേ അത്തരത്തില് പരീക്ഷണത്തിൽ മുതിരുന്നുള്ളൂ. അപ്പം ഇപ്പൊ മൈ ഡിയർ കുട്ടിച്ചാത്തൻ പോലൊരു സിനിമ, അല്ലെങ്കിൽ ഇതുപോലെ ഫാന്റസി ടൈപ്പ് സിനിമകൾ എന്തുകൊണ്ട് കുറയുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് എക്സ്പെരിമെന്റ് ചെയ്യാൻ മുതിരുന്നില്ല പുതിയ സംവിധായകർ? അല്ല, അത് പിന്നെ അതിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ചെറുപ്പക്കാർ പല രീതികളിലുള്ള സിനിമകളുമായിട്ട് ഇനി വരും, അത് ഉറപ്പാണ്. ഇപ്പോൾ അജയൻ്റെ 2ാം മോഷണം എന്ന് പറയുന്ന ചിത്രം, ജിതിൻ ലാൽ, അത് ഒരു വേറൊരു തരത്തിലുള്ള മൂവി ആയിരിക്കും, യാതൊരു സംശയമില്ല. അതേപോലെ തന്നെ കൃഷാന്തിൻ്റെ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂവീസ് വരുന്നുള്ള എൻ്റെ പ്രതീക്ഷ എന്താണെന്ന് വെച്ചിരുന്നാൽ, കൃഷാന്ത് കണ്ട സിനിമകളുടെ ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് പലതരത്തിലുള്ള പടങ്ങളാണ്. ഇപ്പോൾ ഓസ്കർ കിട്ടിയ പടത്തെക്കുറിച്ച് കൃഷാന്ത് അതിൻ്റെ ഓസ്കർ ഡിക്ലറേഷന് മുമ്പ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിൽ ഓസ്കർ ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടുന്ന ഈ പടമായിരിക്കും, ഇറ്റ് ഈസ് എ വെരി ഡിഫറെൻറ്റ് മൂവി എന്ന് കൃഷാന്ത് എന്നെ വിളിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ കൃഷാന്ത് ഇഷ്ടപ്പെടുന്ന സിനിമ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിലെ ഔട്ട് ആൻഡ് ഔട്ട് കമേഴ്സ്യൽ സിനിമ കൃഷാന്തിന് വളരെ ഇഷ്ടമാണ്. അല്ലാതെ ഈ അവാർഡ് പടങ്ങൾ, അപ്പോൾ കൃഷാന്തിനെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ ഏത് ജോണറിലാണ് ഇനി എടുക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഫുൾ ഫൺ മൂവി വേണമെങ്കിലും കൃഷാന്തിന് എടുക്കാൻ പറ്റും. അവിടെ ഈ സോഷ്യൽ എന്താ പറയുക, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അങ്ങനെ ഒന്നും ചിന്തിക്കുക, ചിരി മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞൊരു പടം എടുക്കാനും കഴിയും. വളരെ ഡാർക്കായിട്ടുള്ള ഒരു പടം വേണമെങ്കിൽ എടുക്കും. അതിൽ ഏത് എടുക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അത് കൃഷാന്തിന് മാത്രമല്ല ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ പലരും പലതും ചെയ്യാൻ കഴിവുള്ളവരാണ്. അവർ പലതും ചിന്തിക്കുന്നു, അതിങ്ങനെ ഒന്ന് കൊണ്ടുവന്നാലോ, പരീക്ഷണങ്ങൾക്ക് അവർ തയ്യാറാവുന്നു. അവരുടെ സ്ക്രിപ്റ്റിങ്ങിൻ്റെ പാറ്റേൺ തന്നെ മാറുന്നു. നോൺ ലീനിയർ എന്നൊക്കെ വിട്ടിട്ട് അതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞിട്ട് പാരലൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സംവിധാനങ്ങളും ഒക്കെ ഇവർ ചിന്തിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ സഞ്ചരിക്കണം. അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിൻ്റെ കൂടെ പോകാൻ നമുക്ക് ഇഷ്ടമാണ്. ആ ട്രെയിനിൽ കയറി ഇരിക്കാൻ നമുക്ക് ഇഷ്ടമാണ്. എന്ത് പറയുന്നു കൃഷാന്ത് ഈ ഒരു അഭിപ്രായത്തോട്? അല്ലേ, നമ്മൾ ആക്ച്വലി കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്, സംഭവം നമുക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ജഗദീഷ് സാർ എന്ന നിലയിൽ കണക്ട് ചെയ്യുന്നുണ്ട്. പല സിനിമ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ എനിക്ക് ഔട്ട് ആൻഡ് ഔട്ട് കമേഴ്ഷ്യൽ ഫിലിംസ് ഞാൻ ഒരുപാട് കാണാറുണ്ട്. ഞാൻ എല്ലാ സിനിമയിലും എന്തെങ്കിലും എനിക്കെന്ത് സന്തോഷിപ്പിക്കുന്ന എന്തുണ്ടെന്നാണ് ഞാൻ സെർച്ച് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരു ക്രിട്ടിക്കൽ വ്യൂ പോയിന്റിൽ ഒന്നും അങ്ങനെ കാണാറില്ല. അപ്പം നമ്മൾ പല സിനിമയും സംസാരിക്കാറുണ്ട് ഒരുപാട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പഴയ അങ്ങനെ കാലഘട്ടത്തിൽ നമുക്ക് കുറേ കൂടെ റെഫറൻസുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു സ്റ്റാർ മൂവീസൊക്കെ അവൈലബിളായി. ഞാനൊക്കെ ഒരു 20s ആയിരുന്നപ്പോൾ സ്റ്റാർ മൂവീസൊക്കെ അവൈലബിളായി.
HBO ഒക്കെ അവൈലബിൾ ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 രൂപയ്ക്ക് അവൈലബിൾ ആയി. ഏഷ്യനെറ്റ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടെന്നാലും കേബിൾ TV വഴി ഇതൊക്കെ അവൈലബിൾ ആയപ്പോഴത്തേക്കും നമ്മുടെ എക്സ്പോഷർ വേറൊരു രീതിയിൽ കൂടി. അപ്പോൾ നമ്മൾ വീഡിയോ ലൈബ്രറീസിൽ നിന്നല്ല, നമ്മുടെ യെസ്റ്റർ ഇയർ ഫിലിം മേക്കേഴ്സിനെ പോലെ വീഡിയോ ലൈബ്രറീസിൽ നിന്നോ കാസറ്റയുടെ നിന്നോ അല്ലാതെ നമുക്ക് ഭയങ്കരമായിട്ട് കോണ്ടന്റ് അവൈലബിൾ ആയി തുടങ്ങി. അപ്പോൾ അതിൽ നിന്ന് എന്തായാലും നമ്മൾ ഇൻസ്പയർഡ് ആയി. നമ്മൾ അതിനെ റീവർക്ക് ചെയ്തിട്ട് മലയാളത്തിൻ്റെ കോണ്ടെക്സ്റ്റിലോട്ട് പ്ലേസ് ചെയ്യുന്ന സംഭവം. ഇപ്പോൾ ഇപ്പം ഒരു 20s ഇരിക്കുന്ന ആൾക്കാർ ദ കണ്ടന്റ് വിൽ സർപ്രൈസ് ഓൾ ഓഫ് എസ്. കാരണം അവർക്ക് OTT അവൈലബിൾ ആണ്. ദേ ആർ സൈമിൾട്ടേനിയസ്ലി കൊറിയൻ കണ്ടന്റ് വാച്ച് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ തമിഴ് ഫിലിംസ് വാച്ച് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ മലയാളം ഫിലിംസ് വാച്ച് ചെയ്ത് അതുപോലെ എത്ര സാധനങ്ങൾ അവർക്ക് ഈസിലി അവൈലബിൾ മാങ്കയൊക്കെ അവർ കാണുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാം കാരണം അവർ ഭാവിയിൽ ഉണ്ടാക്കുന്ന കണ്ടന്റ് എന്തായാലും നമ്മളിപ്പോൾ കാണാത്ത ഇമ്പോസിബിൾ സിനിമ തന്നെയായിരിക്കും. അപ്പോൾ എനിക്ക് ആ ഗ്രോ അപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ പഴയ ഫിലിം മേക്കേഴ്സ് കൂടുതൽ ലിറ്ററേച്ചറിൽ നിന്നൊക്കെയാണ് അവരുടെ സിനിമ വന്നേക്കുന്നത്. അപ്പോൾ ഫിലിം മേക്കിംഗ് എന്നുള്ള സാധനത്തിനെക്കാട്ടും കൂടുതൽ ലിറ്ററേച്ചറിൻ്റെ ഒരു രീതിയൊക്കെയാണ്. നമ്മൾ ലിറ്ററേച്ചർ ഉണ്ടെങ്കിൽ ബേസിക്കലി സിനിമയാണ് നമ്മുടെ മെയിൻ, സിനിമയിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് അതുകൊണ്ടുള്ള വ്യത്യാസമൊക്കെ ഉള്ളൂ. അല്ല, കൃഷാന്തിനെ കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, കൃഷാന്ത് ഇപ്പോൾ ആവാസവ്യൂഹം, പുരുഷപ്രേതം എടുത്തു. ഇങ്ങനെ ഈ 2 ചിത്രം എടുത്ത ഒരു സംവിധായകൻ ഒരു സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ജയ 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 ഹേ എന്ന് പറഞ്ഞ പടം കണ്ടിട്ട് ത്രില്ലടിച്ച് ഉഗ്രൻ ഫിലിമാണ് സർ, അടിപൊളി എക്സലൻറ്റ് ഫിലിമാണ്. അങ്ങനെ ആവാസവ്യൂഹം എടുത്ത ആളാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് തോന്നും നല്ല സിനിമയാണ് സർ, കൊള്ളാം, നല്ല സിനിമയാണ്, കൊള്ളാം, വാച്ചബിളാണ്, വൺ ടൈം വാച്ച്. അങ്ങനെ വെരി എക്സൈറ്റഡ് ആയിട്ട് പുള്ളി പറഞ്ഞു, അയ്യോ ഒരു രക്ഷയില്ല സർ, ഗംഭീര പടം. അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് അത് ഹൃദയം തുറന്ന് അപ്രീഷിയേറ്റ് ചെയ്യാണ്. വേറൊരു സംവിധായകൻ്റെ പടമാണ്, അവിടെ റിസർവ് ചെയ്ത് വാക്കുകൾ റിസർവ് ചെയ്യാം. ഇറ്റ്സ് എ ഗുഡ് മൂവി, ഐ എൻജോയ്ഡ് ഇറ്റ് എന്ന് പറഞ്ഞ് കൺട്രോൾ ചെയ്തില്ല. പുള്ളി വളരെ ത്രില്ലടിച്ച് പറഞ്ഞു. അതാണ് വേണ്ടത്. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ജോണർ ഓഫ് മൂവീസ് മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നത് അത് നമ്മുടെ പരിമിതിയാണ്. അപ്പോൾ എല്ലാം നല്ല സിനിമകൾ കണ്ടു കഴിഞ്ഞിരുന്നാൽ അത് പ്രേക്ഷകരെ ആകർഷിക്കുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും എലിമെൻറ്റ് കാണും. പിന്നെ ആ നല്ല സിനിമയിൽ കൂടുതൽ പ്രേക്ഷകരോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ത്രില്ല് കൂടുതലായിരിക്കും. ആ ജയ ജയ ഹേ എന്ന് പറയുന്ന ആ ചിത്രത്തിൽ നമുക്ക് എൻജോയ്മെൻറ്റിൻ്റെ എൻ്റർടൈൻമെൻറ്റിൻ്റെ വാല്യൂവിന് അപ്പുറം കുറേ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ആ പറയുന്ന വാല്യൂവും കൂടെ ആയിരിക്കാം പുള്ളി ഇത്രയധികം ഇമ്പ്രസ്ഡ് ആകാൻ കാരണം. അതൊരു സംവിധായകന് വേണ്ട ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നു, അല്ലേ? എല്ലാ ആർട്ടിസ്റ്റിനും വേണം അത്. ബയസ് മാറ്റാനേ നമുക്ക് ഭയങ്കര പാടല്ലേ ബയസ് മാറ്റാൻ. ബയസ് മാറ്റുന്നതിൽ നമ്മൾ എല്ലാ ദിവസവും വർക്ക് ചെയ്തുകൊണ്ടിരുന്നാലേ ഈ ബയസ് മാറ്റിയിട്ട് പിന്നെ പലതരത്തിലുള്ള ഈ മീഡിയത്തിൻ്റെ സ്വാതന്ത്ര്യം തന്നെ അങ്ങനെയല്ലേ, പലതരത്തിലുള്ള സിനിമകൾ വരുന്നുണ്ട്. അപ്പം ഒന്ന് നല്ലത് ഒന്ന് ചീത്തയെന്നൊക്കെ ഒന്ന് പറയുന്നതൊക്കെ ഭയങ്കര ഇമ്പോസിബിളാണ്. എന്ന് വെച്ചാൽ ഇതെല്ലാം കൺസ്യൂം ചെയ്യാൻ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളെല്ലാം കാണുക, എല്ലാം എൻജോയ് ചെയ്യുക, അതിൽ നമുക്ക് എന്തെടുക്കാൻ പറ്റുമെന്ന് നോക്കുക, അത്രേ ഉള്ളൂ. ആവാസവ്യൂഹത്തിൽ എനിക്ക് തോന്നുന്നു കൃഷന്റെ ഒരുപാട് അതിന് വേണ്ടിയിട്ട് റിസർച്ചും കാര്യങ്ങളും ഒക്കെ ചെയ്തുവല്ലോ, വർഷങ്ങൾ നീണ്ട. പുരുഷപ്രേതത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം ബാക്ക് വർക്കുകളാണ് ചെയ്തത്? അതിന്റെ ആ ഒരു തീമിലേക്ക് എത്തുന്നത്, കഥയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ആക്ച്വലി പുരുഷപ്രേതത്തിന് വി വർക്ക് മോർ ദാൻ ആവാസവ്യൂഹം. ആക്ച്വലി കോണ്ടന്റ് വൈസ് പുരുഷപ്രേതം ചെയ്യാനിരുന്നപ്പോഴത്തേക്ക് അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചെയ്ത സിനിമകളിലൊന്നാണ് ആവാസവ്യൂഹം. ആക്ച്വലി പുരുഷപ്രേതം വാസ് എ ബിഗ്ഗർ ഫിലിം ടു മേക്ക്. അതിൻ്റെ അകത്ത് ആർട്ടിസ്റ്റ് കുറച്ചുകൂടെ ഇൻഡസ്ട്രി മാർക്കറ്റബിൾ ആർട്ടിസ്റ്റുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുരുഷപ്രേതത്തിൻ്റെ ഒരു ജോണറും അങ്ങനെയാണ്. അപ്പം നമ്മളൊരു 2017 അജിത്ത് ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതി. 2020 ആയപ്പോഴത്തേക്കും 2018 ആയപ്പോഴത്തേക്കും അജിത്ത് എനിക്ക് ഡയറക്റ്റ് ചെയ്യണം എന്ന് നമ്മൾ സംസാരിച്ച് വെച്ചു. ഞാനൊരു 2019 പാതി ആയപ്പോഴത്തേക്കും ഞാനിതിൽ ഹ്യൂമർ വർക്ക് ചെയ്തു. പിന്നെ നമ്മൾ ഈ സ്റ്റേജ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ റിസർച്ച് മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതിൻ്റെ അകത്തൊരു പ്രൊസീജിയറൽ ഫിലിമാണ്. അപ്പോൾ ഈ പ്രൊസീജിയർ ഒരിടത്തും കറക്റ്റായിട്ടല്ല ഫോളോ ചെയ്യുന്നത്. കറക്റ്റായിട്ടെന്ന് വെച്ചാൽ ഇതിന് കറക്റ്റായിട്ടൊരു ഡോക്യുമെൻറ്റഡ് പ്രൊസീജിയർ ഇല്ല, ഉണ്ട്. പക്ഷേ ഓരോ സ്ഥലത്തും അവരവരുടെ കൺവീനിയൻസിലാണ് ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിന് കുറ്റമില്ല. അപ്പോൾ ഈ പ്രൊസീജിയർ നമ്മൾ ഒരു സ്ഥലത്ത് വെച്ച് എഴുതി വെച്ചിട്ട് നമ്മൾ ഒരാളുടെ അടുത്ത് പറയുമ്പോഴത്തേക്ക് അയാൾ വേറൊരു ജില്ലക്കാരനാണെങ്കിൽ അയാൾ പറയും നമ്മുടെ അടുത്ത് ഇതിങ്ങനെയല്ല ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആയി, ഇതെന്താണ് ഇതിൻ്റെ കറക്റ്റ് പ്രൊസീജിയർ. ഇപ്പോൾ ഒരു സ്റ്റേജിൽ വെച്ചൊരു 8-9 ജില്ലകൾ കവർ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ദർ ഇസ് നോ പ്രോപ്പർ പ്രൊസീജിയർ ഫോർ ദിസ്. അപ്പം നമ്മൾ എല്ലായിടത്തു നിന്നും പല സാധനങ്ങൾ എടുത്തിട്ട് നമ്മളൊരു പ്രൊസീജിയർ ഉണ്ടാക്കിയിട്ടുണ്ട്, സോ ദാറ്റ് എവ്രി വൺ വിൽ ഹാവ് സം ഫെമിലിയാരിറ്റി. അപ്പോൾ ഇതിൻ്റെ റിസർച്ച് കുറേ പോയി. ഇത് അജിത്ത്, വൈശാഖ്, റീത്ത അങ്ങനെയൊക്കെയുള്ള കുറച്ച് പേരാണ് ഇത് റിസർച്ച് സ്പീർ ഹെഡ് ചെയ്ത്. ഞാൻ ഇതിൻ്റെ റിസർച്ചിൽ എഴുതുമ്പോഴത്തേക്ക് മാത്രമേ കുറച്ച് വന്നിട്ടുള്ളൂ. എനിക്ക് തിരുവനന്തപുരത്തുള്ള 2 പോലീസ് ഓഫീസർമാർ എന്നെ ഹെൽപ്പ് ചെയ്തു. പിന്നെ ഇത് എഴുതിയേക്കുന്ന മനോജ് സാർ എന്ന് പറയുന്ന ആൾ പോലീസ് ഓഫീസറാണ്, പുള്ളി ഹെൽപ്പ് ചെയ്തു. അങ്ങനെ നമ്മൾ സ്റ്റേഷനിലൊക്കെ പോയി ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ജനറൽ ഹോസ്പിറ്റലിൽ ഒരു പോലീസ് സർജൻ ഹെൽപ്പ് ചെയ്തു ഒരുപാട്. അപ്പോൾ ഇതിൻ്റെ റിസർച്ച് ആക്ച്വലി ആവാസവ്യൂഹത്തിനെക്കാട്ടും, പക്ഷേ ആവാസവ്യൂഹം വൈഡ് ആൻഡ് ഡീപ്പായിരുന്നു.
ഇത് വൈഡാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ആ ഇൻഫർമേഷൻ അല്ല ആൾക്കാർക്ക് കൊടുക്കാൻ നോക്കുന്നത്, നമ്മൾ സ്റ്റോറിയെ സ്റ്റോറിയെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നത്. മറ്റേത് ആ ഇൻഫർമേഷന് വേണ്ടി തന്നെയാണ് റിസർച്ച് ചെയ്യുന്നത്. അതാണ് വ്യത്യാസം. ടീസർ കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചതാണ്, ആവാസവ്യൂഹത്തിലെ ആ ഒരു ടെറൈനും ഈ ഒരു ടെറൈനും ഏകദേശം ഒരുപോലൊക്കെ പോലെ എനിക്ക് തോന്നി. അത് കൊച്ചി ഒരു വെറ്റ്ലാൻഡ് ആയതുകൊണ്ട് തോന്നുന്നു. കൊച്ചി എന്ന് പറയുന്ന വെറ്റ്ലാൻഡ് ആയതുകൊണ്ട് ഓക്കെ റൂഡല്ല. എനിക്ക് മനസ്സിലായി. ഓക്കെ, ദേവകി എങ്ങനെയായിരിക്കും ഇനിയുള്ള കഥാപാത്രങ്ങളെ തെരഞ്ഞെടുക്കുന്ന രീതി? ദേവകിയുടെ ഒരു രീതി എങ്ങനെയാണ്? ഞാനിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധികം നിറച്ചും സിനിമകളൊന്നും ഇങ്ങോട്ട് വരാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ കഷ്ടപ്പെടുന്നില്ല തിരഞ്ഞെടുക്കാൻ. വരുന്ന നല്ല സിനിമയാണെങ്കിൽ ചെയ്യാന്നുള്ള രീതിയിൽ തന്നെയാണ്. പക്ഷേ ഭയങ്കര സിമിലർ ക്യാരക്ടേഴ്സ് വരുന്നത് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. ഇപ്പോൾ ഇടയ്ക്ക് ഞാൻ മാലിക് കഴിഞ്ഞിരുന്നപ്പോൾ വളരെ സിമിലർ ആയിട്ടുള്ളൊരു പ്ലേ ആസ് എ പേഴ്സണും ബാക്ക്ഗ്രൗണ്ടും ക്യാരക്ടർ വരുന്ന സ്ഥലം ഇതെല്ലാം ഒരുപോലെ ഇരുന്ന ഒരു ക്യാരക്ടർ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഒരെണ്ണം സിമിലർ, അതെ ഇതാ. പിന്നെ എൻ്റെ ഒരു ആഗ്രഹം പബ്ലിക് മീഡിയത്തിൽ മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ കൃഷ്ണൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആഗ്രഹമുള്ള ക്യാരക്ടേഴ്സിനെ പറ്റി. എനിക്ക് കുറച്ച് ഇപ്പം മൊത്തം ശോകമാണ് എൻ്റെ ക്യാരക്ടേഴ്സ് എല്ലാം വിഷമിച്ചായിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് ഞാൻ ബേസിക്കലി ഭയങ്കര ലൗഡും ഭയങ്കര ജോളി കൈൻഡ് ഓഫ് പേഴ്സൺ ആണെന്നാണ് എൻ്റെ വിചാരം കേട്ടോ. ചിലപ്പോൾ ആൾക്കാർക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നണമെന്നില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ ഭയങ്കര ചിൽ പേഴ്സൺ ആണ്. എനിക്ക് ചിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഡാൻസ് കളിക്കാൻ, പാട്ട് പാടാൻ, ചിരിക്കാൻ. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്താൽ കൊള്ളാമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ ഡാൻസറും കൂടി ആയതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ എപ്പോഴെങ്കിലും, ബിക്കോസ് ഇപ്പോൾ മലയാള സിനിമയിൽ എനിക്കൊന്ന് ഈ ഇടയ്ക്ക് നീലവെളിച്ചത്തിൻ്റെ ഒരു പാട്ട് മാത്രമേ ഡാൻസ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോഴത്തെ ഇത്രയും നാൾ കണ്ടതിൽ, കുറേ നാൾക്ക് ശേഷം. അങ്ങനെ ഒരു സാധനം വല്ലതും വരികയാണെങ്കിൽ ഐ വുഡ് റിയലി ലവ് ടു ഡാൻസ് ഓൺ സ്ക്രീൻ. അപ്പം അതും പിന്നെ അധികം മെലോ ഡ്രാമാറ്റിക് അല്ലാത്ത കുറച്ച് വാമ്പിഷ് ക്യാരക്ടേഴ്സൊക്കെ ചെയ്യണമെന്നുണ്ട്. ഞാനത് കൃഷ്ണൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് കുറച്ച് മറ്റേ ബിച്ചി ക്യാരക്ടേഴ്സൊക്കെ ചെയ്യണം. അങ്ങനെ പറയുന്ന ചേച്ചി അങ്ങനെയൊക്കെ ഉള്ള ഏഷണി നോണ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വേണം. ഭയങ്കര ആഗ്രഹം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്താണല്ലോ കെമിസ്ട്രി സിനിമയിൽ അഭിനയിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നാടകത്തിലേക്ക് വന്നു. ആക്ച്വലി എൻ്റെ ട്രാജക്ടറി അങ്ങനെയല്ല. ഞാൻ പൊതുവെ എല്ലാവരും എന്നെ അഭിനയിക്കുന്ന മാത്രം കണ്ടിട്ടുള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ. ഞാൻ 11th കഴിഞ്ഞിട്ട് പിന്നെ അഭിനയിക്കുന്നേ ഇല്ല എന്ന് വിചാരിച്ച് പോയതാണ്. ഞാൻ അക്കാഡമിക്സിലോട്ടും ഡാൻസും ചെയ്തിരിക്കാമെന്ന് വിചാരിച്ചു. ഡാൻസ് കളിക്കുന്നതുകൊണ്ട് എനിക്കൊരു പ്ലേയിൽ ചെയ്യാൻ അവർ വിളിച്ചു. എനിക്ക് എൻ്റെ കോളേജിലെ ടീച്ചർ ഇങ്ങനെ അവർക്കൊരു ഡാൻസർ വേണം സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ. അപ്പോൾ അങ്ങനത്തെ ഒരാളെ കിട്ടുമോയെന്ന് ചോദിച്ചു. അങ്ങനെ എന്നെ വിളിച്ചു. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പാർവതി ഷോർട്ട് ഫിലിമിലെ ആൾക്കാർ എന്നെ വിളിച്ചു. അങ്ങനെയാണ് തിരിച്ച് ഞാൻ തീരെ കൺവിൻസ്ഡ് ആയിരുന്നില്ല എനിക്ക് ആക്ടിങ് തിരിച്ചു പറ്റുന്നു. ബിക്കോസ് കെമിസ്ട്രി ഐ വാസ് വെരി യങ്. ഞാൻ എന്തോ ഒരു ഇതിലാണ്. ചേട്ടനുണ്ടായിരുന്നില്ലേ? ഉണ്ടോന്ന് ഞാൻ എൻ്റെ ഏറ്റവും ഭാഗ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് സീൻ എൻ്റെ സിനിമയിൽ ആദ്യമായിട്ട് ഞാൻ എടുക്കുന്നത് ജഗദീഷ് ശിവകുമാർ സാറിൻ്റെ കൂടെ കേട്ടോ. എൻ്റെ ഫസ്റ്റ് സീൻ ജീവിതത്തിൽ ഞാൻ ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കുന്നത് ജഗദീഷ് ശ്രീകുമാറിൻ്റെ കൂടെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ലക്ക് ഉണ്ടായിട്ടുണ്ട്. ബട്ട് അതർ ദാൻ ദാറ്റ് ഐ തിങ്ക് കെമിസ്ട്രി ഹാസൻറ്റ് അതിനുശേഷം ഐ ഡിഡ്ന്റ് വോണ്ട് ടു ആക്ട് ഫോർ സം റീസൺ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് എനിക്കത് നമ്മൾ കറക്റ്റ് കൈൻഡ് ഓഫ് ഫിലിമിൽ ചെല്ലുമ്പോൾ നമുക്ക് ഇഷ്ടം തോന്നില്ലേ, എനിക്ക് അങ്ങനെ. എനിക്ക് ഫെയ്ത്ത് വന്നത് സ്ലീപ്ലെസ് ലിയോസ് ചെയ്യുമ്പോഴാണ്. സ്ലീപ്ലെസ് ലിയോസ് എനിക്ക് ക്ലോസസ്റ്റ് ടു മൈ ഹാർട്ടാണ്. ഞാനിനി എത്ര വലിയ സിനിമ ചെയ്താലും എനിക്ക് സ്ലീപ്ലെസ് ലിയോസിനെ പറ്റി പറയുമ്പോൾ പോലും എനിക്കത് അത്രയും ടച്ചിങ് ആണ്, അത്ര ഇമോഷണലാണ്. ബിക്കോസ് നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് ചേർന്ന് അവരെന്നെ വിളിക്കുമ്പോൾ തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേറെ ആരെങ്കിലും വിളിച്ചുള്ളൂ. ഞാൻ അങ്ങനെ അഭിനയിച്ചിട്ടൊന്നുമില്ല. ഞാൻ മറ്റേ പാർവതി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം മാത്രമേ അപ്പോൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു ഇല്ല ദേവകി ചെയ്യാം, നമുക്ക് തോന്നുന്നുണ്ട് ദേവകി ചെയ്യാൻ പറ്റും. അങ്ങനെ വിളിച്ച് ചെയ്തതാണ്. പക്ഷേ ഇറ്റ്സ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. അത് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കൃഷ്ണന്ത് കണ്ടിട്ടുണ്ടോ അത് എനിക്കറിയാം. എനിക്ക് തോന്നുന്നു കൃഷ്ണന്തിനെ പോലെയുള്ള കുറച്ച് മറ്റേ ഓഫ് ബീറ്റ് സിനിമ കാണുന്ന ആൾക്കാരും പിന്നെ അത് യൂട്യൂബിൽ ഇടയ്ക്ക് റിലീസായി. അപ്പോൾ അങ്ങനെ കുറച്ച് നാൾ കൊറോണ സമയത്ത് ആൾക്കാർ കണ്ടു എന്ന് തോന്നുന്നു. IFFKയിൽ വന്നു. മഹേഷ് ഏട്ടനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഫിലിം ഫ്രെറ്റേണിറ്റിയിലെ കുറച്ച് ആൾക്കാർ കണ്ടിട്ടുണ്ട്. അങ്ങനെ പോപ്പുലർ ഒന്നും ആയിട്ടില്ല. പക്ഷേ കണ്ട ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ ക്യാരക്ടർ, അങ്ങനെ ഒരു ക്യാരക്ടർ ഇടാം. എനിക്ക് നല്ലൊരു ജേണിയുള്ള ക്യാരക്ടർ ഉണ്ടല്ലോ, അങ്ങനെ ഒരു ക്യാരക്ടറിനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ജേണിയുള്ള ഒരു
ക്യാരക്ടർ, അങ്ങനെ ഒരു ഫിലിമിൽ അങ്ങനെ ഒരു ജേണിയൊക്കെ കിട്ടിയാൽ സന്തോഷം. ഈ സിനിമയിൽ അഭിനയിക്കുന്നത് പോലെ തന്നെ സിനിമയിൽ നിലനിൽക്കുക എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ദേവകിയുടെ ഒരു ഭാഗത്ത് നിന്ന് എന്തെല്ലാം ഇനിഷ്യേറ്റീവ്സ് ആണ് അതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്? ഓക്കെ, ഇതിൻ്റെ ആൻസർ ഞാൻ എനിക്ക് തോന്നുന്നത് നമ്മൾ ഡെസ്പറേറ്റ് ആയാൽ ഭയങ്കര പ്രോബ്ലമാറ്റിക് ആണെന്ന് തോന്നുന്നു. നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, നമുക്കിത് മാത്രമേ ചെയ്യാനുള്ളൂ, പിന്നെ നമ്മൾ കയ്യും കാലും ഇട്ട് അടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് സർവൈവ് ചെയ്യാന്നുള്ള അതെനിക്ക് പോസിബിൾ അല്ല, എനിക്ക് പേഴ്സണലി പറ്റൂല. പിന്നെ എനിക്ക് പാരലലി ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്, എനിക്ക് ഡാൻസ് ഉണ്ട്, ഞാൻ തിയേറ്റർ ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ ഈ ഇടയ്ക്ക് ഒരു തിയേറ്റർ ഫെസ്റ്റിവലൊക്കെ ഓർഗനൈസ് ചെയ്തു. അപ്പോൾ ഓർഗനൈസിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് അങ്ങനെ ക്യൂറേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പ്രോബബ്ലി അതും ചെയ്യും. പിന്നെ എനിക്ക് പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ടീച്ചിങ്ങും ചെയ്യാറുണ്ട്, ഞാൻ ഡാൻസ് പഠിപ്പിക്കാറുണ്ട്. അപ്പം ഇതെല്ലാം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഞാൻ സിനിമ മാത്രമേ ചെയ്യുന്നോ അല്ലെങ്കിൽ ഞാൻ സിനിമ ചെയ്ത് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് അത് ഇമ്പോസിബിൾ ആണെന്ന് എനിക്കറിയാം. ഇപ്പോഴത്തെ എൻ്റെ സ്റ്റേജിൽ എന്തായാലും ഡെഫിനറ്റ്ലി, ബിക്കോസ് കൺസിസ്റ്റൻ്റ്ലി ഫിലിംസ് വരുന്നില്ല. വരുന്നത് തന്നെ നമുക്ക് അത്രയും ബെനിഫിഷ്യൽ ആണോ ഫൈനാൻഷ്യലി എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മളിത് വിട്ടിട്ട് പോകണമെന്നൊക്കെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പേസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, പാരലലി എന്നെ ആസ് എ ഹ്യൂമൻ, ആസ് എ പേഴ്സൺ കുറച്ചും കൂടെ നല്ലോണം ആസ് എ പേഴ്സൺ ഞാൻ നന്നാവുക എന്നുള്ളതേ ഉള്ളൂ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പം അതെനിക്ക് ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു എൻ്റെ ക്രാഫ്റ്റിലൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. കൂടുതൽ ആൾക്കാരെ കാണുക, കൂടുതൽ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുക. അപ്പോൾ ഇനി നാളെ ഒരു നല്ല പടം വരികയാണെങ്കിൽ എനിക്കത് ചെയ്യാനുള്ള എക്വിപ്ഡ് ആയിരിക്കണം. അതാണ് ഞാൻ ചെയ്യാൻ നോക്കുന്നത്. അപ്പം അത് ഞാൻ സിംഗിൾ ഫാസറ്റഡ്, ഇപ്പം ഞാൻ ഒറ്റ കാര്യം മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ അത് അത്രയും വൈഡായിട്ട് ഞാൻ ചിന്തിക്കില്ല. അതുകൊണ്ട് ഞാൻ പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഡാൻസ് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, തിയേറ്റർ ചെയ്യുന്നുണ്ട്, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ക്യൂറേഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പം ചെറുതായിട്ട് സ്മോൾ സ്കെയിൽ, നോട്ട് എ ഹ്യൂജ് തിങ്, പക്ഷേ ഫോർ അസ് ഇറ്റ്സ് എ ബിഗ് ഡീൽ എന്നാണ്. ആദ്യമായിട്ടൊരു ഫെസ്റ്റിവലൊക്കെ ഓർഗനൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രിറ്റി ടഫ് ജോബ്. അപ്പോൾ അത് നമ്മൾ പുൾ ഓഫ് ചെയ്തു ഡീസൻ്റ് ആയിട്ട്. അപ്പോൾ ഐ തിങ്ക് ഐ വിൽ കണ്ടിന്യൂ ഡൂയിങ് ഓൾ ഓഫ് ദിസ്. അപ്പം നമ്മൾ കൂടുതൽ കാണും, അങ്ങനെ നമ്മൾ കൂടുതൽ നാടകവും സിനിമയും ഡാൻസും എല്ലാം കാണും. അപ്പോൾ നാച്ചുറലി അത് എന്നെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ പോസിബിളി അങ്ങനെ എനിക്ക് പോകാൻ താല്പര്യമുള്ളൂ. അല്ലാതെ ഞാൻ സ്പെസിഫിക്കലി സിനിമയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് തിങ്ക് സോ. പക്ഷേ ഐ എം ഡൂയിങ് ഓൾ ദിസ്, ഐ തിങ്ക് ദാറ്റ് വിൽ ഹെൽപ്പ് മീ. ഓക്കെ, എന്തുകൊണ്ടാണ് കൃഷ്ണന്റെ ഒരു തിയേറ്റർ റിലീസിലേക്ക് പുരുഷപ്രേതം പോകാതിരിക്കുന്നത്? അല്ല, ഇത് കുറച്ചുകൂടെ ഇറ്റ്സ് എ ലോങ്ങർ ഫിലിം ആകുമ്പോഴത്തേക്കും നമുക്ക് ആൻഡ് ഓൾസോ ക്യാരക്ടർ ഡെവലപ്മെൻറ്റൊക്കെ കുറേ ടൈമൊക്കെ ഉണ്ട്. തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ എൻജോയ് ഒക്കെ ചെയ്യാം. പക്ഷേ ഐ തിങ്ക് OTTയുടെ കൺവീനിയൻസിൽ ഇരുന്നിട്ട് ഇത് കാണുമ്പോഴത്തേക്കും ഇതിൻ്റെ ഹ്യൂമറൊക്കെ ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ തിയേറ്റർ വേണ്ട, OTT വേണ്ട അങ്ങനെയൊന്നുമില്ല. ലോങ്ങർ ഫിലിം ആയതുകൊണ്ട് OTT വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കുറച്ചുകൂടെ ആക്സസിബിലിറ്റി കൂടും എന്നുള്ളതാണ് മെയിനായിട്ട് ഒരു ഡിസിഷൻ മേക്കിങ്ങിനെ ചെയ്ത്. ഈ OTT തിയേറ്റർ എന്ന് പറയുമ്പം പല രീതിയിലുള്ള ഓഡിയൻസ്, തിയേറ്റർ എന്ന് പറയുമ്പോൾ തിയേറ്ററിലേക്ക് വരുന്ന ഒരു ഓഡിയൻസ്, പക്ഷെ ഇപ്പോൾ OTT എന്ന് പറയുമ്പോൾ എല്ലാതരം ഓഡിയൻസും ഇരുന്ന് കാണുന്ന ഒരു പ്ലാറ്റ്ഫോം ആണല്ലോ. അപ്പം കൂടുതൽ ഓഡിയൻസ് OTTയിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ തിയേറ്റർ ഒരു സെക്ഷൻ ആൾക്കാർ മാത്രമേ തിയേറ്ററിൽ പോയി കാണാനുള്ള എഫേർട്ട് എടുക്കുന്നവർ ഇപ്പോൾ കുറവാണെന്ന് തോന്നുന്നുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഫിലിം പ്രശാന്ത്, ജഗദീഷ്, ദർശന, ദേവകി, നമ്മളെല്ലാവരും ഉള്ള ഫിലിം, ഇതിന് ഇന്നത്തെ അവസ്ഥയിൽ ഒരു ഗംഭീര ഇൻഷ്യലൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല, ഒരിക്കലും ഉണ്ടാവില്ല. നമ്മുടെ പരിമിതി നമ്മൾ മനസ്സിലാക്കണം. കൃഷാന്ത് ഒരു നല്ല സംവിധായകൻ എന്നുള്ളതിൽ കവിഞ്ഞ് ബോക്സ് ഓഫീസിൽ വണ്ടേഴ്സ് കാണിക്കുന്ന ആളെന്നുള്ള ഇമേജ് ഇല്ല. അപ്പോൾ നമ്മൾ ആരും അങ്ങനെയുള്ള ഇമേജ് ഉള്ളവരല്ല. അപ്പോൾ ഒരു ഇൻഷ്യൽ ഉണ്ടാവില്ല. ഈ ഇൻഷ്യൽ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഇത് തിയേറ്ററിൽ ഒരു ഒപ്പീനിയൻ നേടിയെടുക്കാൻ ഒരു 3 ദിവസം എടുക്കും. ആ 3 ദിവസം സർവൈവ് ചെയ്യുക എന്നുള്ളത് വളരെ പാടാണ് ഈ പടത്തിന്. പക്ഷേ ആ 3 ദിവസം സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം പറയാം, ഇതൊരു ഹിറ്റായിരിക്കും. പക്ഷേ ആ റിസ്ക് എടുക്കാൻ ഇവർക്ക് പറ്റില്ല. അതിനേക്കാൾ ഇതിൽ OTT കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഹാപ്പി ആവും. ഇനി OTTയിൽ കണ്ടതിന് ശേഷം ആൾക്കാർ പറയും ഇത് തിയേറ്ററിൽ ഇറക്കേണ്ടതായിരുന്നു, ഇത് ഇവർ കാണിച്ചത്, അത് പറയും. അതെ, ഇതിപ്പോൾ നമ്മളെ പരിമിതി നമ്മൾ തുറന്ന് പറയുകയാണ്. നമ്മൾ ഇൻഷ്യൽ ഉണ്ടാക്കാൻ കഴിവുള്ളവരാരും ഈ പടത്തിലില്ല. നമ്മളെ പരിമിതി നമ്മൾ പറയണം, നമ്മൾ തുറന്ന് സമ്മതിക്കുകയാണ്. പക്ഷേ തിങ്കളാഴ്ച തൊട്ട് ഭയങ്കര കളക്ഷൻ കൂടിയേന് അതുവരെ 3 ദിവസം പിടിച്ച് നിൽക്കുക എന്നുള്ള ഒരു റിസ്കിൻ്റെ എലിമെൻ്റ് ഉണ്ട്. ആ റിസ്ക് ഒഴിവാക്കാൻ തീരുമാനിച്ചു.
പക്ഷെ പ്രേക്ഷകരിൽ വെച്ച് നോക്കുമ്പോൾ ഒരു സ്റ്റാർഡം ഉള്ള ഒരു സിനിമയെക്കാട്ടിൽ ഇപ്പം പ്രേക്ഷകർ കൂടുതലും അക്സെപ്റ്റ് ചെയ്യുന്നതും കാണുന്നതും കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അവരെ ഡിഫൈൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ആ രീതിയിലാണല്ലോ. ആണ്. പക്ഷേ സിനിമയുടെ എണ്ണം, റിലീസിന്റെ എണ്ണം ഓരോ ആഴ്ചയും 8ഉം 9ഉം പടം ഇറങ്ങുകയാണ്. അതെ. ഇനിയും നമ്മൾ അന്വേഷിച്ചു, നമ്മൾ തിയേറ്ററിൻ്റെ ഒരു അവൈലബിലിറ്റി അന്വേഷിച്ചപ്പോൾ ഓരോ ആഴ്ചയിലും 7ഉം 8ഉം സിനിമകളാണ്. അപ്പോൾ 8 സിനിമകളിൽ ഒരെണ്ണത്തിൽ ഒപ്പീനിയൻ ഉണ്ടാക്കി എടുക്കാൻ തന്നെ എത്ര സമയം എടുക്കും ആലോചിച്ച് നോക്കൂ. ഈ 8 സിനിമയിൽ കുറച്ച് പേര് ഇത് കാണും, അവരുടെ മൗത്ത് പബ്ലിസിറ്റിയാണ് വരേണ്ടത്. അത് എത്തുമ്പോഴത്തേക്കും ചിലപ്പോൾ തിങ്കളാഴ്ച എന്നുള്ള ചൊവ്വാഴ്ച ആയിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം അധോഗതിയായിപ്പോയി. കണ്ടു കഴിഞ്ഞാൽ കണ്ടവരല്ല നല്ല അഭിപ്രായം, പക്ഷേ കാണാൻ എത്ര പേര് ആവേശത്തോടെ വരും. ഒരു ഡ്രോ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഇൻഷ്യൽ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് സൂപ്പർ സ്റ്റാർസ് എന്നൊക്കെ പറയുന്നത്. ചിലപ്പോൾ സൂപ്പർ സ്റ്റാർസിൻ്റെ പടത്തിന് എന്തായിരുന്നാലും നല്ല ഇൻഷ്യൽ ഉണ്ടാവും, പിന്നെ ഒപ്പീനിയൻ അനുസരിച്ചായിരിക്കും അത് ഹിറ്റാവുന്നത്, സൂപ്പർ ഹിറ്റ് ആവുന്നത്. നമ്മുടെ ഈ പടത്തിനൊക്കെ ഇൻഷ്യൽ ഉണ്ടാവില്ല. അത് കണ്ടതിന് ശേഷം അഭിപ്രായം ഗ്രാജ്വലി ഇങ്ങനെ കൂട്ടി അങ്ങനെ വരും. അത് ഒരു 2-3 സിനിമകൾ മാത്രം റിലീസ് ചെയ്യുന്ന ഒരു പീരീഡ് ആണെങ്കിൽ ഇത് സക്സസ് ആണ്. അപ്പോൾ അങ്ങനെ ഗ്യാരണ്ടി ഇല്ല. ഇപ്പോൾ തിയേറ്ററിൽ തന്നെ നമ്മൾ ഷോ അന്വേഷിച്ചപ്പം പലരും പറയുന്നത് ചില തിയേറ്ററിൽ 2 ഷോ തരാം, ചില തിയേറ്ററിൽ 3 ഷോ തരാം, ചില തിയേറ്ററിൽ അത് നമ്മൾ സാറ്റർഡേ സൺഡേ കൂടുതൽ ഷോ. അപ്പോൾ നമുക്കൊരു റെഗുലറായിട്ട് 4 ഷോസ് ഇല്ല എങ്കിൽ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അതെന്ത് 4 ഷോസ് ഒന്നും ഇല്ല, ഇതിന് എത്ര മെറിറ്റേ ഉള്ളോ എന്നൊരു ചിന്ത വരെ വന്നേക്കാം. അങ്ങനെ ജഡ്ജ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ഷോസിനെല്ലാം 5 to 6 ഷോസ് എന്നൊക്കെ അവർ ഷോ ടൈമിംഗ് വരുമ്പം ഒരു 2 ഷോ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ആവശ്യപ്പെട്ട് നേടിയെടുത്ത പോലെ ഇരിക്കും. അങ്ങനെ ഒരു റിസ്കിൻ്റെ എലിമെൻ്റ് ഉണ്ട്. അതാണ് തുറന്ന് പറയുന്നത്. നമ്മുടെ പരിമിതി നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാൻ സൂപ്പർ സ്റ്റാർ ആവട്ടെ നമുക്ക്. ജഗദീഷ് ചേട്ടൻ ഓൾറെഡി സൂപ്പർ സ്റ്റാർ ആണ്. നമ്മൾ സൂപ്പർ സ്റ്റാർ അല്ല എന്നുള്ള ആ ബോധ്യം നമുക്കുണ്ട്. അതാണ് ദൈവം തന്നിട്ടുള്ള കഴിവെന്ന്. എനിക്ക് തോന്നുന്നു ആവാസവ്യൂഹം എന്ന സിനിമയാണല്ലോ, അത് നൽകുന്ന ഒരു പ്രതീക്ഷയും പുരുഷ പ്രേതത്തിന് പ്രേക്ഷകർ കൊടുക്കുന്നുണ്ട്. ആവാസവ്യൂഹം എനിക്ക് തോന്നുന്നു സംസ്ഥാന അവാർഡും കിട്ടിക്കഴിഞ്ഞിട്ടാണ് കൂടുതൽ പ്രേക്ഷകരിലേക്ക് ആ സിനിമ എത്തുന്നത്, ഒരു OTT റിലീസായിട്ട്. അതിനു മുമ്പ് IFFKയിലും പിന്നീട് അധികം ഒതുങ്ങി നിൽക്കുന്ന ഒരു സിനിമയായിരുന്നു. ഒരുപാട് പേര് ഇപ്പോഴും ഇന്നും ആവാസവ്യൂഹം ചർച്ചയാവുന്നുണ്ട്. ആ ഒരു പ്രതീക്ഷയാണ് ഇപ്പോഴും പുരുഷ പ്രയത്നം നൽകുന്നത്. അപ്പൊ ആ ഒരു പ്രതീക്ഷ നിലനിർത്താൻ പറ്റുമോ എന്ന് തോന്നുന്നുണ്ടോ? അത് നിലനിർത്താൻ പറ്റും. അത് പക്ഷെ അതിൻ്റെ ഒരു ബയസ് എടുത്ത് മാറ്റിയിട്ട് അതുപോലത്തെ ഒരു സിനിമ പ്രതീക്ഷിക്കാതെ അതുപോലത്തെ അല്ലാത്ത അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു സിനിമ അങ്ങനെ പ്രതീക്ഷിച്ചു. അല്ല, ആവാസവ്യൂഹം സംവിധാനം ചെയ്ത കൃഷാന്ത്, ആവാസവ്യൂഹം ആ രീതിയിൽ കൺസീവ് ചെയ്യാൻ കഴിയുന്ന കൃഷാന്തിന് വേറെ പല രീതിയിലും കൺസീവ് ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ തെളിവാണ് പുരുഷപ്രേതം. ഇങ്ങനെയാണോ സെറ്റിലൊക്കെ? അയ്യോ അല്ല. എനിക്ക് തോന്നുന്നു ഈ അഭിമുഖങ്ങളിൽ ഇരിക്കുന്ന ജഗദീഷ് ചേട്ടനും സിനിമയിലെ ജഗദീഷ് ചേട്ടനും തമ്മിൽ എങ്ങനെയാണ് ഒരുപാട് ഡിഫറെന്റ് ഉണ്ട്? ഞാൻ വളരെ കൂളാണ്. എപ്പോഴും ഭയങ്കര എനർജറ്റിക് ആണ് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. ഹൈ എനർജി, ഓൺ ടൈം ആണ്, രാവിലെ വരും, കറക്റ്റ് ഓൺ ടൈമിൽ വരും. നമ്മൾ ആക്ച്വലി ഷോട്ട് വയ്ക്കാൻ നേരത്ത് മേക്കപ്പ് ഇട്ട് ഫുൾ റെഡി ആയിട്ടിരിക്കുന്ന ഒരാൾ ജഗദീഷ് സാറാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റ് ബ്രേക്ക് എടുത്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ പൊളിറ്റിക്കലായിട്ടൊക്കെ കുറേ സാധനങ്ങളും കുറേ ആൾക്കാരെ ഇത് ചെയ്യുകയും നമ്മൾ കുറേ ഭയങ്കര ഈസ് ഓൾവേസ് ഭയങ്കര എനർജിയാണ് നമ്മൾ. എനർജിയുടെ പിന്നിലെ രഹസ്യം എന്താ? അല്ലല്ല, എനർജിയുടെ നമ്മൾ ഈ ഗ്രൂപ്പ് നമ്മൾ ഇത്രയും പേര് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു എനർജിയാണ്. ഇപ്പം നമ്മൾ തനിച്ച് ഉള്ള ഒരു അഭിമുഖത്തിനേക്കാൾ എനിക്കിഷ്ടമാണ് ഇതേപോലെ ഇൻട്രാക്ട് ചെയ്ത് എല്ലാവരും. അമൃത സംസാരിക്കുന്നു, കൃഷ്ണൻ സംസാരിക്കുന്നു, ദേവഗി, ഞാൻ സംസാരിക്കുന്നു. നമ്മളെല്ലാവരുമായിട്ട് ഇത് ക്യാമറമാൻ അവർ ശ്രദ്ധിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ലിസണിങ് ഉണ്ടാവുക എന്നുള്ള ഒരു വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. അതിൽ ശരി ഞാൻ പറയും, ചിലപ്പോൾ തെറ്റ് പറയും. പക്ഷെ എന്താണെങ്കിലും അത് നമുക്ക് പറയാനുള്ളത് പറയുമ്പോൾ അതിൻ്റെ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് രസമാണ്. അത് ലൊക്കേഷനിൽ അത് അഭിനയിക്കുമ്പോൾ മാത്രം ആ ക്യാരക്ടറായിട്ട് മാറുക. ബാക്കിയുള്ള സമയത്തൊക്കെ ജോവിയലായിരിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഷൂട്ടിങ്ങിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ബഹളം അതൊന്നും പാടില്ല. ഒരു സൈലൻസ് അത് ഡിസ്റ്റർബ് ചെയ്യരുത്. കാരണം വെച്ചാൽ ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അവസരത്തിൽ അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ബഹളം ഒന്നും പാടില്ല. കുറച്ച് മാറി ഇരുന്നാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാം. ആ എക്സാക്ട്ലി അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന എല്ലാ ലൊക്കേഷനിലും ഒരു ക്യാമറാമാൻ ആൾ ശ്രദ്ധിച്ചാൽ ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കാൻ നേരത്ത് നമ്മൾ എന്ന് ചിരിച്ചുകൊണ്ടിരുന്ന അത് വർക്കിനെ ബാധിക്കുന്ന കാര്യമാണ്. അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇതിനൊക്കെ വേണ്ട കോമൺ സെൻസ് ആണ്, അത്രേ ഉള്ളൂ. കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ജീവിക്കാം. അത് ദൈവം അത്യാവശ്യം തന്നിട്ടുണ്ട്.
എങ്ങനെ ആ എനർജിയിൽ രണ്ടുപേരും പാട്ട് പാടുമോ? ആ ദേവകി ഒപ്പി നയറുടെ ആപ്കെ നിഗാഹ് में അറിയാലോ? ആ. ഓക്കെ. आपके हसीन रुख पे आज नया नूर है, मेरा दिल मचल गया तो मेरा क्या कसूर है, आपके निगाह ने कहा तो कुछ जरूर है, मेरा दिल मचल गया तो मेरा क्या कसूर है. ഓ, അടിപൊളി. താങ്ക് യു. അപ്പം പുരുഷ പ്രേതം എത്തുകയാണ്. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? നിങ്ങളൊരു 3-4 പേര് ഒത്തിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഫണ്ണായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഈ സിനിമ. നിങ്ങളൊരു 3-4 പേര് ഒത്തിരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമ ഭയങ്കര ഫണ്ണായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഒറ്റയ്ക്ക് കണ്ടാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഗ്രൂപ്പായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഫൺ. ഓക്കെ, ജഗദീഷ് ചേട്ടാ. ഇത് എന്താ പറയുക, റോഷാക്കിൽ നിന്നും കാപ്പയിൽ നിന്നും ഒക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ദിലീപേട്ടനാണ്. ഈ ദിലീപേട്ടൻ നിങ്ങളെ രസിപ്പിക്കും, ചിരിപ്പിക്കും, സന്തോഷിപ്പിക്കും, ഒരു ചെറിയ ഫീലിംഗ് ഒക്കെ ഉണ്ടാക്കും. ഓ, ദേവിക്ക്. ഇപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സിലും വ്യത്യസ്തത ഉള്ളതുപോലെ തന്നെ ഇപ്പം ജഗദീഷ് ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പം നേരത്തെ ചെയ്ത ക്യാരക്ടേഴ്സുമായിട്ട് ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഇതിൽ. എനിക്ക് തോന്നുന്നു ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും വേറെ ഒരു എക്സ്പീരിയൻസ് ആണ് ആൾക്കാരിൽ ഉണ്ടാക്കാൻ പറ്റുക. അപ്പം ഐ എം ഓൾസോ ലുക്കിംഗ് ഫോർവേഡ് ടു നോ എന്താ ആൾക്കാർക്ക് എൻ്റെ ക്യാരക്ടറിൽ കണ്ടിട്ട് എന്ത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച്, കൃഷാന്ത് പറഞ്ഞ പോലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കണ്ടു കഴിഞ്ഞാൽ വെറും ഫണ്ണാണ്. ഇത് ഡബ് ചെയ്യാൻ പോയപ്പോൾ പോലും ചിരി നിർത്താൻ പറ്റാത്ത ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ എല്ലാവരും ഇത് കണ്ട് എൻജോയ് ചെയ്യുന്ന തന്നെയാണ് വിശ്വാസം. തീർച്ചയായിട്ടും പ്രേക്ഷകരിലേക്ക് എത്തട്ടെ. എല്ലാവരും നല്ല നല്ല അഭിപ്രായങ്ങൾ പറയട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.